മുസ്തഫ മുണ്ടുപാറ ഈ സമസ്ത എന്തൊക്കെയാണ് ഈ പറയുന്നത്? മദ്രസകൾ സമയം മാറ്റില്ല, പൊതുവിദ്യാലയങ്ങൾ സമയം മാറ്റട്ടെ എന്ന്. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. മദ്രസകളുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കാനുള്ളതാണോ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പൊതുവിദ്യാലയങ്ങളുടെ സമയം? അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഗ്രൂപ്പാണല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരാം. മഞ്ജുഷേ, നമ്മള് കേരളം ഒരു ജനാധിപത്യ രാജ്യ, ഫാഷിസ്റ്റ് രാജ്യമല്ല. ഓ, അതൊക്കെ അറിയാലേ. പിന്നെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ സർക്കാരിന് മുമ്പിൽ വെക്കും. ഇവിടെ ഒന്നും സർക്കാർ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ കാര്യങ്ങൾ നീക്കണം എന്നാണെങ്കിൽ ഇവിടത്തെ പ്രതിപക്ഷ സംഘടന സമരം നടത്താൻ പാടുണ്ടോ? എന്തേ അത് സമ്മതിക്കാൻ എത്ര താമസം? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുഴുവനും കേട്ടുകൊണ്ട് അതിന് അനുയോജ്യമായ ഒരു തീരുമാനമെടുക്കുകയാണ് സർക്കാർ വേണ്ടത്. അതിന് അവസരം വേണ്ടേ? സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. ഇത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കപ്പെടുക. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ള അവകാശമല്ലേ? മറ്റൊരു കാര്യം, സർക്കാരിന് മുന്നിൽ മറ്റു വഴിയില്ല. ഇത് വിദ്യാഭ്യാസ നിയമം അനുസരിച്ചുള്ളതാണ്. അത് മാത്രമല്ല, കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടതുമാണ്. അപ്പോൾ എന്തായാലും ഈ സമയത്തിൽ മാറ്റം വരുത്തിയേ തീരൂ. കൂടുതൽ മണിക്കൂറുകൾ പഠനത്തിന് വേണം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ന്യായം മദ്രസകൾക്ക് രാത്രി പഠിപ്പിക്കാൻ പറ്റുകയില്ല, അതനുസരിച്ച് സ്കൂൾ സമയം മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവനോടൊണ്ടാക്കും. ഞങ്ങൾക്ക് അതിൽ സമയം നിർദ്ദേശിക്കാനുണ്ട്. ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത്. അതായത് ആ സമയം രാവിലത്തെ സമയമാണ് മദ്രസ പഠനത്തിൽ തടസ്സം വരുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് വൈകുന്നേരം ആക്കിയാൽ മതി? 4:15 മുറ്റോ 4:30 എന്നാക്കിയാൽ മതി. 1/4 മണിക്കൂർ അവിടെ പിടിച്ചാൽ മതി. നീയാണല്ലോ കോടതി. പക്ഷെ ഇവിടെ നമ്മൾ ഒരു പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു നറേഷൻ വരുന്നുണ്ട്. മുസ്ലിം സമുദായം എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അതിനെ വേറെ നിലക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഫാഷിസ്റ്റ് രാജ്യമല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങളൊക്കെ ഇവിടുത്തെ വോട്ടർമാരാണ്. ഞങ്ങൾ ഇവിടെ നികുതി പണം കൊടുക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് എന്താ ഇത് വളരെക്കപ്പെട്ടണം? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഏത് നിലക്കാണ് ഈ ചർച്ചയുടെ വിഷയം തന്നെ തെറ്റാ. കാരണം ഇവിടത്തെ ഞങ്ങളും ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. അത് എന്തോ ഒരു ആവശ്യം പറയുമ്പോഴേക്കും അത് കമ്മ്യൂണലായി സമുദായമായി അതിനെ വ്യാഖ്യാനിക്കപ്പെടുക. ഇവിടെ മറ്റേതെങ്കിലും വിഭാഗത്തിന്റെ ആവശ്യം ഉന്നയിക്കപ്പെട്ടാൽ ഈ പരാതി പറയുന്നുണ്ടോ? കുമാര, കുറച്ച് വർഗീയത കൂടുതലുണ്ട്. മതവിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളുടെ സമയത്തിനനുസരിച്ച് പൊതുവിദ്യാലയങ്ങൾ സമയം ക്രമീകരിക്കുന്നു പറയുന്നതിൽ എന്ത് ന്യായമാണ് അവിടെ ഉള്ളത്? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, മതവിദ്യാഭ്യാസത്തിന് ഏത് രീതിയിലുള്ള തടസ്സമാണ് ശ്രീ മുസ്തഫ മുണ്ടുപാറ ഉണ്ടാകുന്നത്? അതുകൂടി പറയൂ. ഏത് രീതിയിലുള്ള തടസ്സം ഉണ്ടാകുന്നു? ഞങ്ങളുടെ മതപഠനത്തിനുള്ള സംവിധാനത്തിന് അത് കുഴപ്പമുണ്ടാകുന്നുണ്ട്. അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. അതിന് എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾ സമയം നീട്ടുന്നത് ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ സർക്കാർ കോടതിയിൽ അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ അതൊരു അഡ്ജസ്റ്റ്മെന്റിലൂടെ കാര്യങ്ങൾ ചെയ്തുകൂടെ? നിർത്ത് എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. ഇതെല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചു പോകേണ്ടതല്ലേ സർക്കാർ? ആ സർക്കാരിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും വലിയ ബഹളമാണ്. വലിയൊരു പാഠമാണ് കേരളത്തിൽ ഈ നറേഷൻ കൊണ്ടുവരുന്നത്. അതിൽ പ്രധാനമായ പങ്കുവയ്ക്കുന്നത് നിങ്ങളെ പോലത്തെ ചാനലുകളോ. ന്യായമായ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CBSE സ്കൂളുകൾ രാവിലെ 8 മണി മുതൽ തുടങ്ങുന്നുണ്ട്. അവിടെയും നിങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുമോ? അവിടെ സമയം മാറ്റണം, അത് 10 മണിയാക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? CBSE സ്കൂളുകൾ മിക്കതിലും മുസ്ലിം മാനവേന്റെ കീഴിലുള്ളതാണെങ്കിൽ അതിന് ആ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മതപഠനത്തിൽ സംവിധാനമൊക്കെ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതും നമ്മുടെ മതപഠനത്തെ ബാധിക്കപ്പെടുന്നുണ്ട്. അത് സത്യമാണ്. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവില്ലേ? പക്ഷെ അതുകൊണ്ട് പൊതുവിദ്യാലയം ആ വിധത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് പ്രത്യേകിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ്. അവരുടെ കുട്ടികൾ പഠിക്കുന്നത് ഈ പൊതുവിദ്യാലയത്തിലാണ്. അതിനൊന്നും ഇല്ലേ? ആ പൊതുവിദ്യാലയത്തില് അവരുടെ മതവിദ്യാഭ്യാസത്തിന് വിഘാതമാകുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം വരുമ്പോ ഞങ്ങൾ അതൊന്ന് ആലോചിച്ചുകൂടെ, ഒന്ന് പുനരാലോചന നടത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോ അത് തിട്ടൂരമായി, അത് കൽപ്പനയായൊക്കെ വ്യാഖ്യാനിക്കപ്പെടുക. ഇതാണോ ജനാധിപത്യം? ആരോടെങ്കിലും അഭിപ്രായം രൂപീകരിച്ചാണോ സർക്കാരിന്റെ നടപടി? ഇതാണോ ജനാധിപത്യം? ഇത് ജനാധിപത്യമല്ല, വിലാകണ്ടി ഇതിന്റെ ചായ ക്ലാസ്സാ. CK ഷാക്കിർ ലീഗ് ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതിഷേധത്തിനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മതസംഘടനകളുടെ നിലപാടിനൊപ്പം തന്നെയാണല്ലോ മുസ്ലിം ലീഗ്. പക്ഷേ ഇതാണോ മതേതരത്വം എന്ന് പറയുന്നത്? ഇവിടെ മദ്രസകളുടെ പഠന സമയത്തിനനുസരിച്ച് പൊതുവിദ്യാലയങ്ങൾ ക്രമീകരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ,
എന്തിനാണ് ഇത്തരത്തിൽ അതും പ്രകോപനപരമായിട്ടാണ് ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്? സമുദായങ്ങളുടെ കാര്യം നോക്കുന്നതിന് വേണ്ടിയല്ലേ മന്ത്രിസഭ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിരട്ടലായിട്ടേ തോന്നുകയുള്ളൂ. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. അല്ല മഞ്ജുഷ, ഇവിടെ നിങ്ങൾ പുതിയ നരേഷൻ ഉണ്ടാക്കില്ലേ? മതേതരത്വവും അല്ലെങ്കിൽ വർഗീയതയും നിങ്ങൾ എങ്ങനെയാണ് ഡെഫിനിഷൻ കൊടുക്കുന്നത്? കുറച്ച് ദിവസം ഇപ്പൊ മുസ്തഫ മാഷ് പറഞ്ഞതുപോലെ കുറച്ച് ദിവസമായി ഈ നമ്മള് പണിക്കരെ പോലെയുള്ള ആളുകൾ ചില ചാനലിൽ ഇരുന്ന് ചെറിയ വിഷയങ്ങളെ പോലും വർഗീയമായി കണക്കാക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് പ്രകോപനം ഉണ്ടാക്കിയത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ്. കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ ഒരു ചർച്ചയില്ല, അധ്യാപക സംഘടനകളുമായി ചർച്ചയില്ല, വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി ചർച്ചയില്ല, ഈ മേഖലയിലെ പ്രമുഖരായ ആളുകളുമായി ഒന്നും ചർച്ചയില്ല. ഈ 4ാം ക്ലാസ്സും ബുദ്ധിയുമുള്ള കമ്മ്യൂണിസ്റ്റ് വിവരമില്ലാത്ത ആളുകൾ ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. ആരോടോ ഉള്ള വിദ്വേഷത്തിന്റെ പകയുടെ ഫലമായി എന്തെങ്കിലുമൊക്കെ ഇവർക്ക് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരികയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവർ കൊണ്ടുവന്ന ഒരു പരിഷ്കരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? പുതിയ പാഠ്യ പദ്ധതി കൊണ്ടുവരുന്നത് എന്താ ഉദ്ദേശം? ഗവർണറും ഇവരുമായി തർക്കം കഴിഞ്ഞു, അപ്പൊ അടുത്ത ദിവസം തന്നെ ഒരു പാഠം കൊണ്ടുവരികയാണ്. വെളിവില്ലെങ്കിലും അവൻ പറയുന്നത് കാര്യമുണ്ട്. ഈ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് തലയില്ലാത്ത അല്ലെങ്കിൽ പോലെയുള്ള പരിഷ്കരണങ്ങളാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ അതിനെ വർഗീയമായി കാണണ്ട. ഇത് വിദ്യാഭ്യാസ രംഗത്ത് ഗുണകരമാണെങ്കിൽ ഏത് പരിഷ്കരണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പല വിദ്യാഭ്യാസ മന്ത്രിമാരും കാലോചിതമായി അതിമനോഹരമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള ആളുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ശിവൻകുട്ടി കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണം എന്താണ്? ഇതിന് കൂട്ടുന്ന കിട്ടില്ല. അടുത്ത കാലത്തായി കമ്മ്യൂണിസ്റ്റ് പൊളി അജണ്ടകൾ ഒന്നൊന്നായി ഒളിച്ചു കടത്തുകയാണ്. ഈ അക്കാഡമിക് ഇയറിൽ മാത്രം പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ, അതുപോലെ തന്നെ സ്കൂൾ സമയ മാറ്റത്തിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും കള്ളക്കളികൾ കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് എന്റെ പ്രതീക്ഷ സഫലമാവും അല്ലേ ലാലേട്ടാ? എന്റെ പ്രതീക്ഷ സഫലമാവും. വിദ്യാഭ്യാസ മേഖലയെ ഒന്നടങ്കം ഞാൻ പുകഴ്ത്തുന്നില്ല. കാരണം പല ന്യൂനതകളുമുണ്ട്. അത് മാത്രമല്ല അത്ര നല്ല വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളല്ല നടക്കുന്നു. പക്ഷെ ഈ വിഷയത്തിൽ മന്ത്രി പറയുന്നതിനോടും സർക്കാരിന്റെ നിലപാടിനോടും യോജിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഈ കാര്യത്തിൽ അനന്തരം ഞാനും പിന്താങ്ങുന്നു. കാരണം ഇത് ഒരു സമയമാറ്റം വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 10 മണിക്ക് മുൻപ് തന്നെ സ്കൂൾ സമയം തുടങ്ങണം. അതിനിപ്പോൾ അതിൽ നിങ്ങൾ അതിനകത്ത് ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യമുള്ളത്? എന്തിനാ മാധവ നീ ഇതിന്റെ പേരിൽ കിടന്ന് തുള്ളണത്? അത് നടത്തിയേ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുകയാണ് എന്നാൽ വൈകിട്ട് ഒരു 15 മിനിറ്റ് കൂട്ടുക എന്നുള്ളത്. അതെന്ത് സമസ്തയുടെ നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നിനി ലീഗ് സമസ്തയുടെ നിർദ്ദേശത്തെ അംഗീകരിക്കുകയായിരിക്കുമെന്ന്. മുസ്ലിം ലീഗിന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോ അതിന്റെ മേഖലയിലുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് അതിന്റെ ഗുണഫലങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് അതിന് ശേഷമായിരിക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായി. അടുത്ത കാലത്തായി ഇവര് ഈ കരിക്കുലം കമ്മിറ്റികളിൽ അല്ലെങ്കിൽ പാഠ്യപദ്ധതി പരിഷ്കരണ കമ്മിറ്റികളിൽ കൊണ്ടുവന്നിട്ട് ആളുകൾ അറിയും ദേശാഭിമാനി വരിക്കാരനും CPM-ന്റെ അധ്യാപക സംഘടനയിലെ അംഗവും മാത്രം. വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായാലും കുഴപ്പമില്ല, ദേശാഭിമാനിയുടെ വരിക്കാരനായ മതി. മുമ്പൊക്കെ എങ്ങനെയായിരുന്നു? ആ മേഖലയിൽ കഴിവുള്ള ആളുകളൊക്കെ വെച്ചിട്ടാണ് പാഠ്യപദ്ധതിയും പാഠപുസ്തകവും ഒക്കെ പരിഷ്കരിച്ചിരുന്നത്. ഇപ്പൊ എന്താ കോലം? അതിന് മനുഷ്യൻ എന്താ പറയാനുള്ളത്? സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ കണ്ടുപിടിച്ച് ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ കാര്യമല്ല. പൊതുവിദ്യാലയങ്ങളിൽ മദ്രസകളുടെ സമയമനുസരിച്ച് സമയക്രമം രൂപപ്പെടുത്തണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ലീഗിന് എങ്ങനെ അത് പറയുവാൻ കഴിയും? ലീഗ് അങ്ങനെ പറഞ്ഞോ? പിന്നെ ലീഗിന്റെ നിലപാട് എന്താണ്? അല്ല ലീഗ് പറഞ്ഞോ? പിന്നെ താൻ എന്താണ് വലിയ വർത്തമാനം പറഞ്ഞത്? ലീഗിന്റെ നിലപാട് എന്താണെന്ന് പറയൂ, താങ്കൾ പറയൂ. ലീഗ് പറഞ്ഞു. സത്യം പറഞ്ഞോണം ഉരുണ്ട് കളിക്കരുത്. ലീഗിന്റെ നിലപാട് ലീഗിന്റെ നേതാക്കന്മാർ പറയില്ല, മഞ്ജുഷ് പറയല്ലേ? നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യല്ലേ? എല്ലാത്തിനെയും ഒരു കമ്മ്യൂണലായി വർഗീയമായി കൊണ്ടുപോകല്ലേ? നീ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കയറ്റരുത്. അതേപോലെ എന്നാൽ ലീഗിന് അനുകൂലിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പിന്നെ താങ്കൾ ഇതിനെ മറ്റ് പരിഷ്കാരങ്ങളുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട. അല്ലല്ല, സംസ്ഥാന സർക്കാരിന്റെ വികലമായ മറ്റ് പരിഷ്കാരങ്ങളുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കേണ്ട. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഒന്നുകിൽ താങ്കൾ ഇതിനെ അനുകൂലിക്കൂ, ഇതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾ മതസംഘടനകൾക്കൊപ്പം തന്നെയാണ്, സംശയമില്ല. പക്ഷെ അതോടൊപ്പം പരിഷ്കരണം കൊണ്ടുവരുമ്പോ അപ്പൊ സൂംബ ഡാൻസിൽ എന്താ പ്രശ്നം? ഇവിടെ മദ്യം വ്യാപകമാക്കി CPM-ന്റെ പ്രാദേശിക ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ ഓരോ ദിവസം ലഹരി മദ്യ മാഫിയക്ക് അല്ലെങ്കിൽ കച്ചവടം നടത്തി പിടികൂടി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ ആ CPM-ന്റെ പാർട്ടി ക്ലാസ് പോയി പറഞ്ഞാൽ പോലെ ആ ലഹരി കച്ചവടം നിർത്താൻ വേണ്ടി
അത് സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ചാൽ ലഹരി പിന്നെ നിർത്താൻ പറ്റും? എന്ത് വിട്ടിട്ടമാണ്? എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ലീഗിനെ എതിർക്കേണ്ടി വരികയാണ്. അതല്ല, സുംബ ഡാൻസിനെയും ലഹരിയുമായിട്ട് കൂട്ടിക്കുഴക്കരുത്. നിങ്ങളത് എന്തോ ലഹരി അടിച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണ് സുംബ ഡാൻസ് എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയൊന്നും അല്ലത്, അങ്ങനെയൊന്നും അല്ലത്. എനിക്ക് അങ്ങനെ തോന്നണില്ലല്ലോ. നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നൂലല്ലോ. സംസ്ഥാന സർക്കാരിന് നിങ്ങളൊരു ആയുധം നൽകുകയാണ് ശരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പല വിമർശനങ്ങളും നേരിടുന്ന സംസ്ഥാന സർക്കാരിന് നിങ്ങൾ ആവശ്യമില്ലാതെ ഈ മതത്തിന്റെ പേരിൽ വടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സുംബ ഡാൻസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മദ്രസകളുടെ സമയക്രമം അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളെ മാറ്റണമെന്നൊക്കെ പറയുന്നു. മതം പറഞ്ഞിട്ടില്ല. അല്ല മനുഷ്യ, ഞങ്ങൾ ആരെങ്കിലും മതം പറഞ്ഞു? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? മതം പറഞ്ഞു. ലഹരിയും മദ്യവും ഈ CPM-ന്റെ സർക്കാർ വ്യാപകമാക്കുന്ന സാഹചര്യത്തിൽ ലഹരിയെ പ്രതിരോധിക്കാൻ സുംബ ഡാൻസ് എങ്ങനെയാണ് മനുഷ്യ പ്രാക്ടിക്കൽ ആവുന്നത്? അത് ബുദ്ധിശൂന്യതയല്ലേ? അങ്ങനെ സംഗതിണ്ടോ? കുട്ടികൾ സ്കൂളിൽ ഡാൻസ് കളിച്ചാൽ ഇവിടെ ലഹരി നിൽക്കോ? അങ്ങനെ ഉണ്ടോ? ലഹരിക്കെതിരെയുള്ള ഒരു പ്രചാരണം എന്ന രീതിയിലല്ലേ, അല്ലാതെ അതിന്റെ പേരിൽ നിങ്ങൾ ലഹരിയുമായി അതിനെ കൂട്ടിക്കുഴച്ച് സുംബ ഡാൻസ് എന്തോ വൈകൃതമാണ് എന്നൊക്കെ പറഞ്ഞാണല്ലോ നിങ്ങൾ അതിനെ എതിർക്കുന്നത്. വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ? അല്ല പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നതിൽ അവരെ ഞങ്ങൾ അനുകൂലിക്കുന്നു, ആ സംഘടനയെ ഞങ്ങൾ അനുകൂലിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ നിലപാട് അതല്ല. ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായ സ്റ്റാൻഡ് എടുക്കൂ. ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായ സ്റ്റാൻഡ് എടുക്കൂ. മദ്രസകളുടെ സമയക്രമം അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളുടെ സമയക്രമം പുനഃക്രമീകരിക്കണോ വേണ്ടയോ? ഇക്കാര്യത്തിൽ ലീഗിനൊരു ഒറ്റ നിലപാട് വരൂ. വേണോ വേണ്ടയോ? ഒരു നിലപാടുള്ളൂ. ആ നിലപാട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് നിലപാട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ചർച്ചയില്ല എന്നൊക്കെ പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് പറഞ്ഞല്ലോ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. സമസ്തയ്ക്കൊപ്പമാണ് ലീഗ് എന്ന് പറയുമ്പോൾ മദ്രസകളുടെ സമയക്രമം അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളുടെ സമയക്രമം പുനഃക്രമീകരിക്കണം. ഇതാണ് ലീഗിന്റെ നിലപാട്. അതേ മനസ്സിലാവുകയുള്ളൂ. മുസ്ലിം സംഘടനകളുടെ ഒക്കെ നിലപാട് ഇത് തന്നെയാണ്. ഇവരുടെ കാര്യത്തിൽ തീരുമാനത്തിൽ നിന്നാലേ നമ്മുടെ കാര്യത്തിൽ തീരുമാനം ഔട്ടോ.